ഹലോ ഗൈസ്, once again വെൽക്കം ബാക്ക്. ആഫ്റ്റർ ലോങ് ടൈമിനായിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, കുറച്ച് വർക്കും കാര്യങ്ങളാണ്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്താണെന്ന് വെച്ചാൽ സ്കേറ്റിങ്ങിനെ സംബന്ധിച്ചൊരു വീഡിയോസാണ്. അപ്പോൾ സ്കേറ്റിംഗ് എങ്ങനെ സർവീസ് ചെയ്യാം എന്നാണ് ഈ വീഡിയോസ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്കേറ്റേഴ്സാണ് ഈ വീഡിയോസ് എന്തായാലും എനിക്ക് യൂസ്ഫുൾ ആവും. പിന്നെ അതുപോലെ തന്നെ സ്കേറ്റിങ്ങിൻ്റെ വീൽ എങ്ങനെ മാറ്റാം, എങ്ങനെ വയറിങ് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ റോഡിലൊക്കെ സ്കേറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മഡും കാര്യങ്ങളൊക്കെ സ്കേറ്റിംഗ് ഉണ്ടാവും, അതെങ്ങനെ ക്ലീൻ ചെയ്യാം, അതിൻ്റെ വീഡിയോസ് ആയിരിക്കും. സോ നമുക്ക് പറഞ്ഞ് ലാഗ് അടിക്കുന്നില്ല, നമുക്ക് നേരെ സ്കേറ്റിംഗ് സർവീസിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ സ്കേറ്റിങ്. അപ്പോൾ വീലുണ്ട്, കുറച്ച് നന്നായിട്ട് മണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇത് ഊരാം. ദെൻ ഇവിടെ സ്ട്രാപ്പുണ്ട്, അത് ഊരാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു സംഭവം ഉണ്ടാവും. ഇതിൻ്റെ പേര് അറിയുന്നവരെന്ത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം താഴെ. ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളതാണ്. സോ അത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലൈസ് വരാം. ലൈസ് നമുക്ക് ക്ലീൻ ചെയ്യണം. സർവീസ് എന്ന് പറഞ്ഞാൽ ഇത് ഈ വീഡിയോസ് പറഞ്ഞാൽ നമുക്ക് ഇവിടെ 2 വീലൊക്കെ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇത് പാറി പോകുന്നുണ്ട്. ഇവിടെ നല്ല കാറ്റാണ്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഈ ലേസ് വരാം. നമുക്ക് ഫസ്റ്റ് വീലിനെ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ ടൂള് അല്ലെങ്കിൽ അത് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. ഇത് തോന്നുന്നു 4mm 5mm സൈസാണ്. ഇപ്പോൾ അല്ലെങ്കിൽ വാങ്ങുമ്പോൾ സ്കേറ്റിംഗ് എടുത്താണ്ട് കടയിലേക്ക് പോയിട്ട് അവിടുന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങുന്നതായിരിക്കും കുറച്ചും ബെറ്റർ, കറക്റ്റ് സൈസ് കിട്ടാൻ. ഇത് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ഓൾമോസ്റ്റ് നമ്മൾ സ്കേറ്റ് വാങ്ങുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ കിട്ടും. അത് ചെറുതായിരിക്കും. അങ്ങനെ ഈ എല്ലാ വീൽസും നമ്മൾ ഊരണം. ഓക്കെ, ഈ ഫ്രെയിമും ഉണ്ടോ, ഈ ഫ്രെയിമും ഇത് വെച്ച് നമുക്ക് ഊരാൻ പറ്റും. ഇത് കുറച്ച് ടൈറ്റാവാൻ ചാൻസ് കൂടുതലാണ്, നല്ല ലൂസാണ്. നമ്മൾ സ്കേറ്റിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, വീലും ഫ്രെയിമൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. കാരണം ഇതിലേതെങ്കിലും ഒന്ന് ഊരിപ്പോയാൽ നല്ലൊരു ഇത് ഞാൻ ഊരിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോൾ ചെയ്യുന്നതുകൊണ്ട് ഇതാണ് മിസ്റ്റേക്ക്. ഓക്കെ, ഇത് സംഭവം എന്താ വെച്ചാൽ ഫ്രെയിം ഊരിയിട്ടുണ്ട്. ഇവിടെ കുറേ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തട്ടുന്നുള്ളൂ. ഏതായാലും നമ്മൾ ഒന്ന് വെള്ളത്തിട്ട് കേൾക്കും ഈ ഷൂ. ഇതെങ്ങനെ കേൾക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് ഇത്ര മതി. ഞാൻ അടുത്ത് നമുക്ക് ഫ്രെയിമിലേക്കാണ്. നമ്മൾ സ്കേറ്റിങ്ങിൻ്റെ ഫ്രെയിം ഉള്ളിലേക്ക് നല്ല മണ്ണുണ്ട്. ഫോക്കസ് ആവുന്നില്ലല്ലോ. ഓക്കെ, ഉണ്ടോ? ഞാൻ സാധാരണ സ്കേറ്റിംഗ് ചെയ്യുമ്പോൾ ഡെയിലി ക്ലീൻ ചെയ്യാറില്ല. ഞാൻ സ്കേറ്റിംഗ് ചെയ്തതിന് ശേഷം അത് അവിടെ തന്നെ അങ്ങനെ ഇടും. എന്നിട്ട് എപ്പോഴെങ്കിലൊക്കെ ക്ലീൻ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ സ്കേറ്റേഴ്സ് ആണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ സ്കേറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഇത് ക്ലീൻ ചെയ്യുന്നതായിരിക്കും. സ്പീഡ് സ്കേറ്റേഴ്സൊക്കെ അങ്ങനെ ചെയ്യാറുള്ളത്, കാരണം അവരുടെ സ്കേറ്റിങ്ങൊക്കെ നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ ബെയറിങ്ങിനോ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയാൽ പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ തന്നെ നല്ല പൈസയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ബെറ്റർ എപ്പോഴും ബെയറിങ്ങെങ്കിലും ജസ്റ്റ് ക്ലീൻ ചെയ്യാം. ബെയറിങ്ങിൻ്റെ കാര്യമാണ്, ബെയറിങ് പറഞ്ഞാൽ ഈ സംഭവം കേട്ടോ, വീലിൻ്റെ ഉള്ളിൽ ഇതെങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് ഈ വീഡിയോസ് ഞാൻ ഉൾപ്പെടുത്താം. കാരണം നമുക്ക് ബെയറിങ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി ബെയറിങ് മേടിച്ച് വെച്ചിട്ടുണ്ട്, നേരത്തെ കണ്ടില്ല. എന്തായാലും ബെയറിങ് എങ്ങനെ ക്ലീൻ ചെയ്യേണ്ട വീഡിയോസ് ഞാൻ നമ്മൾ ഈ ഷൂവിൻ്റെ ചില സ്കേറ്റിങ്ങിന് ഈ സാധനം ഉണ്ടാവും, ഇത് നമ്മൾ ക്ലീൻ ചെയ്യും. അതുപോലെ തന്നെ ഇതും നമ്മൾ ക്ലീൻ ചെയ്യും, എന്നതിൻ്റെ ബെയറിങ്ങും ക്ലീൻ ചെയ്യും. ഓക്കെ, പിന്നെ ഇത് ക്ലീൻ ചെയ്യും. ഇതൊക്കെ പെട്രോൾ വെച്ചാണ് ക്ലീൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അതിലേക്ക് പോവാം.
ഓക്കെ, ഇത് വെച്ചാണ് നമ്മൾ പെട്രോൾ ഊറ്റാൻ പോകുന്നത്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സ്ക്രൂ ഒക്കെ ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പം ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിലുള്ള ഈ മണ്ണും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് ഒഴിവാക്കണം. അതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നെന്തായിട്ടായിട്ട് എങ്ങനെ അയച്ചാണ്ട് ഇതിലേക്ക് ഇടാം. ഇത് രണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാം. ഇപ്പോൾ സ്പീഡ് സ്കേറ്റൊക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. അവർക്ക് ഈ സിംഗിളായിട്ടുള്ള സംഭവമായിരിക്കും. അത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം. നമ്മൾ ഇത് ആദ്യം ക്ലീൻ ചെയ്യും, എന്നിട്ട് ഈ ബെയറിങ് ക്ലീൻ ചെയ്യും. ഓക്കെ, ഇത് രണ്ടും ഒരുമിച്ച് ചെയ്താലുള്ള കുഴപ്പം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കുറേ മണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒക്കെ ഇതിലേക്കാവും. രണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇത് ചെയ്തതിന് ശേഷം പെട്രോൾ നമ്മൾ ഊറ്റി പെട്രോൾ എടുക്കുക. അതെന്ത് ചെയ്യാം, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്ര മതിയാവും. ഇത് നമുക്ക് ബെയറിങ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിച്ചതിന് ശേഷം ഒന്ന് ഷെയ്ക്ക് ചെയ്യാം. ഇത് കൈയിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യരുത്, ഞാൻ അറിയാതെ ചെയ്തതാണ്. ഇതേപോലെ പെട്രോളാണ് ഓയിൽ. അപ്പോൾ എന്ത് ചെയ്യാം, ഇതിങ്ങനെ പിടിച്ചിട്ടതിന് ശേഷം ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യാം. ഞാൻ അറിയാതെ മറ്റേ കൈയൊക്കെ ഇട്ടാണ്ട് മറ്റേ ഫുഡൊക്കെ കഴിക്കുന്ന പോലെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുക. കുറച്ച് നേരം ഷെയ്ക്ക് ചെയ്താൽ മതി. ഷെയ്ക്ക് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും. കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു മിനിറ്റ് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തതിന് ശേഷം അവിടെ വെക്കാം. റൈം ഇതുപോലെ തന്നെ കേൾക്കുക. ചാളിയും കാര്യങ്ങളൊക്കെ പോട്ടെ. ഒന്നുമില്ല, സാധാരണ ചെയ്യുന്ന പോലെ എന്ത് ചെയ്യുക, സോപ്പ് എടുക്കുക. ഇങ്ങനെ എന്ത് ചെയ്യുക, ഇതിൻ്റെ ചളി മൊത്തം എന്ത് ചെയ്യുക, ഒഴിവാക്കുക. വെയിലത്ത് വെച്ച് ഉണക്കുക, സ്കേറ്റിങ്ങിലേക്ക് ഇടാം. അത്രേ ഉള്ളൂ. ഇത് വലിയ സംഭവമുള്ള പരിപാടിയല്ല. നന്നായി തുടച്ചെടുക്കാം. അതുപോലെ തന്നെ ഷൂ അങ്ങനെ ചെയ്യാം. നമ്മൾ മാറ്റി വെച്ച ബെയറിംഗ് ആണിത്. ബെയറിംഗ് അല്ല, സ്ക്രൂ ആണ്. ഓക്കെ, വെള്ളത്തിൻ്റെ സംഭവം പോയിട്ടുണ്ട്, പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഓക്കെ, ഓരോന്നും എന്ത് ചെയ്യുക, ഒരു കോട്ടൺ തുണി എടുക്കാം, എന്നിട്ട് അതിലേക്ക് ഇടാം. അടുത്ത പെട്രോൾ ഇട്ട് വെച്ച സ്ക്രൂവാണ്. അതെന്ത് ചെയ്യാം, അഞ്ച് ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്യാം, നന്നായിട്ട് ഒപ്പി കൊടുക്കാം. പെട്രോൾ മൊത്തം എന്ത് ചെയ്യാം, അങ്ങനെ എടുക്കാം. ഇതന്നെ ഇത് മൊത്തം അങ്ങനെ ചെയ്യാം. പിന്നെ ഈ ബെയറിങ് ക്ലീൻ ചെയ്യലും ഈ സെയിം തന്നെയാണ്. ഈ ഒരു ഇതെടുക്കുക, എന്നിട്ട് ബെയറിങ് എന്ത് ചെയ്യാം, ഈ ബെയറിങ് ഇതിൻ്റെ ഉള്ളിൽ ഇടാം. ബെയറിങ് എങ്ങനെ എടുക്കൽ, ഇങ്ങനെ ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് എന്ത് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാം. മൊത്തമായിട്ട് ഇൻസേർട്ട് ചെയ്ത് പാതി മാത്രം ഇൻസേർട്ട് ചെയ്യാം. അതായത് ഇപ്പോൾ കാണാൻ കാണിച്ചു, എന്താ ഇത്ര ഇൻസേർട്ട് ചെയ്യാം.
ഇൻസേർട്ട് ചെയ്തിട്ട് ഇതാക്കണം. ഇങ്ങനെ ടപ്പ് ചെയ്താൽ ഈ സാധനം കിട്ടും. ഓക്കെ, ഇങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇടാം. അങ്ങനെ എന്ത് ചെയ്യുക, എല്ലാ വയറിങ്ങും എന്ത് ചെയ്യുക, അങ്ങനെ എടുക്കുക. വയറിങ്ങും ഇതിൻ്റെ ഉള്ളിലത്തെ സംഭവമാണ്, ഇതിലേക്ക് ഇടാം. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുക, ഈ വീലിൻ്റെ എല്ലാ വയറിങ്ങും എന്ത് ചെയ്യുക, ഒന്നുകൂടി കാണിച്ചു തരാം. ഈ ടൂൾ എടുക്കുക, അവിടെ ഇതിൻ്റെ ഇത്ര മാത്രം ഉള്ളിലേക്ക് കയറ്റിയാൽ മതി. കയറ്റിയതിന് ശേഷം എന്ത് ചെയ്യുക, അപ്പ് ചെയ്യുക. ഇത്ര കയറ്റിയതിന് ശേഷം അപ്പ് കൊടുക്കുക. ഉണ്ടോ, ഈ ബെയറിങ്ങിൻ്റെ ഈ ഒരു സംഭവം ഇത്ര വരെ ചെയ്താൽ മതി. എന്നിട്ട് അപ്പ് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിങ്ങനെ ഊരിപ്പോരും. മൊത്തമാക്കിയിട്ട് ചെയ്യരുത്. മൊത്തമാക്കിയിട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇതിവിടെ തട്ടും, മുകളിൽ ഇവിടെ ഈ സൈഡിൽ തട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, എത്ര ഇൻസേർട്ട് ചെയ്യുക, ഇതിനെന്ത് ചെയ്യുക, അപ്പ് ചെയ്യുക. അപ്പോൾ ബെയറിങ് എന്ത് ചെയ്യും, ഇതേപോലെ എല്ലാ ബെയറിങ് ഊരിയിട്ട് ഇതിലേക്ക് ഇടാം. ഓക്കെ, അങ്ങനെ എല്ലാ ബെയറിങ്ങും നമ്മൾ ഊരിയിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എന്ത് ചെയ്യുക, പെട്രോൾ ഒഴിച്ച് കൊടുക്കാം. അടക്കുക, ഷേക്ക് ചെയ്യാം. ഉണ്ടോ, ഇത്ര മഡുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതൊക്കെ എന്തായാലും ഒരു 2 മിനിറ്റ് ഇങ്ങനെ വെക്കാം. എന്നിട്ട് എടുത്താണ്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യാം. പെട്രോൾ ഇട്ട് വെച്ച ബെയറിങ്ങാണിത്. പുറത്തേക്ക് എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യാം, ഇങ്ങനെ പുറത്തോട്ട് ഇട്ടെടുക്കുക. ഇത് കോട്ടൻ്റെ ശീലമാവണം. കോട്ടൻ്റെ ശീലയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് ഇതിൻ്റെ പെട്രോളൊക്കെ പോയിക്കോളും. ഓക്കെ, എൻ്റെ വയറിങ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കോട്ടൺ എടുക്കാം. ഇതിൻ്റെ ഉള്ളിലത്തെ എല്ലാ പെട്രോളും കാര്യങ്ങളും എന്ത് ചെയ്യാം, ഇങ്ങനെ എടുക്കാം. ആ വയറിങ് ഒന്ന് ഈ അലൂമിനിയം സ്റ്റീലിലും വരും, ഒന്ന് ഇങ്ങനെ ഈ ടൈപ്പും വരും. ഇത് അലൂമിനിയം സ്റ്റീലാണ്, ഒരു ഡബ്ബർ കോട്ട് വരുന്നുണ്ട് ഇതിൻ്റെ പുറത്തിലൂടെ. അപ്പോൾ ഇങ്ങനത്തെ വയറിങ് വരാണെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ കാണിച്ചിട്ട് ഒരു അലൂമിനിയം ടൈപ്പും ഇത് അലൂമിനിയം പ്ലസ് ഒരു റബ്ബറിൻ്റെ കോട്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഇതാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ പറ്റും. കാരണം ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കാണാൻ പറ്റും നമുക്കൊരു ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്. ഇതിനാണെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം വരുന്നില്ല. ഉണ്ടോ, റബ്ബർ ടൈപ്പാണ് ഇത്. നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ ഊരിയെടുക്കാൻ പറ്റും. അങ്ങനെ എടുത്ത് ടപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെ അപ്പ് ചെയ്തിട്ട് ഊരിയെടുക്കാൻ പറ്റും. ഉണ്ടോ, ഊരിയെടുത്താണ്ടോ അങ്ങനെ ക്ലീൻ ചെയ്യാം. നമുക്ക് പെട്രോളിൽ ഇടുമ്പോൾ എന്ത് ചെയ്യാം, ഇത് ഊരിയെടുത്താണ്ട് അങ്ങനെ പെട്രോൾ ഇടാൻ പറ്റും. അതൊക്കെ അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ക്ലീൻ ആവും. ഈ സംഭവം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇത് ഊരിയെടുത്താൽ പിന്നെ ഫിക്സ് ചെയ്യാൻ കുറച്ച് പണിയാണ്. ഓക്കെ, അതൊരു നല്ലൊരു പ്രൊഫഷണൽ സ്കേറ്റ് ആണെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ആയിരിക്കും വരും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഇതിങ്ങനെ എല്ലാം ഒപ്പിയെടുക്കാം. ബെയറിങ് മൊത്തമായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ടെസ്റ്റ് അടിക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക്
പുതിയ വീല് വാങ്ങിയിട്ടുണ്ട് ഈ സ്കേറ്റിങ്ങിന്, അതുപോലെ തന്നെ ബെയറിങ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ഫിക്സ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇത് ഞാൻ ഓക്സിലോ ഒന്ന് വാങ്ങിയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ആവശ്യമുള്ളവരെന്ത് ചെയ്യുക ചെക്ക് ചെയ്യാം. ടെക്കാത്തലോ കമ്പനിയാണ് കേട്ടോ, ഓക്സിലോ ടെക്കാത്തലോ കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇത് ബെയറിങ്, ഇത് നമ്മളുടെ സ്കേറ്റിംഗ് ബോർഡിൻ്റെ ബെയറിംഗ് ആണ്. അടിപൊളി ബെയറിംഗ് ആണ്. അത് പിസോയുടെ ബെയറിംഗ് ആണ് വരുന്നത്. പിസോയുടെ ബെയറിംഗ് ഇപ്പോൾ ഇത് നമുക്കൊരു 2 6 വേണം. ഒരു വീലിന് 2 ബെയറിംഗ് എടുക്കും. ദാറ്റ് ഇനഫ്. ഒരു ബെയറിംഗ് എടുക്കാം. എന്നിട്ട് സാധാ പോലെ തന്നെ എന്ത് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ വെക്കുക, കറക്റ്റ് വെക്കുക. തമ്പ് കൊണ്ട് എന്ത് ചെയ്യുക, പ്രസ് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. പ്രസ് കൊടുത്താൽ എന്ത് ചെയ്ത് ഫിക്സായി. അടുത്ത് എന്ത് ചെയ്യുക, അപ്പുറം മറിക്കാം. സെയിം മെത്തേഡ് തന്നെ വെക്കുക. അങ്ങനെ എല്ലാ വീലും നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റത്തെ പരിപാടി എന്താ വെച്ചാൽ ഷൂവിൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ടൈറ്റ് ആക്കുക, അതിന് ഓയിൽ കൊടുക്കുക, ദെൻ ഫ്രെയിം ഇടാം. ഫ്രെയിമല്ല, വീലിടുക. ഇപ്പോൾ ബെയറിങ് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഷൂ അതുപോലെ തന്നെ ഫ്രെയിം സെറ്റ് ചെയ്യാം. എങ്ങനെ സെറ്റ് ചെയ്യാം, ആദ്യം 2 സ്ക്രൂ എടുക്കുക. അതിൻ്റെ മുമ്പ് ഓയിൽ അപ്ലൈ ചെയ്യുക. ഇതൊന്നുമില്ല, ഇത് മെഷീൻ്റെ ഓയിലാണ്. മെഷീൻ ഓയിൽ എടുത്താണ്ട് അപ്ലൈ ചെയ്യുക. നമ്മൾ ഏതെങ്കിലും ഒരു മെഷീൻ ഓയിൽ എടുക്കുക, എന്നിട്ട് ഇത് അപ്ലൈ ചെയ്യാം. ഓക്കെ, കുറച്ച് കൊടുത്താൽ മതി, അധികം കൊടുക്കണ്ട. അതിൻ്റെ ആവശ്യം നമുക്കുള്ളൂ. ഓക്കെ, ഫ്രെയിം സെറ്റ് ചെയ്യുമ്പം ഈ എയ്ത്തുള്ള ഭാഗം നമ്മളുടെ കാണുന്ന രീതിയിൽ പുറത്തേക്ക് വരുന്നത് അതിങ്ങനെ സെറ്റ് ചെയ്യരുത്. ഓക്കെ, ഒരു വട്ടം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ദെൻ കറക്റ്റ് പൊസിഷൻ പോയി പിടിക്കുക. ഒരു സ്ക്രൂ എടുക്കുക, ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്തിട്ട് ഇവിടെ കൊടുക്കുക. ഓക്കെ, സിമ്പിളാണ്. നമ്മൾ നേരത്തെ മറ്റേ പെട്രോൾ ഇട്ടാണ്ട് ക്ലീൻ ചെയ്തുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് കയറുന്നുണ്ട്. ഉള്ളത്തെ മഡും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റേ ഷൂ എന്ത് ചെയ്യാം, ടൈറ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ അടുത്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന വീലാണ്. ഓക്കെ, ഫസ്റ്റ് വീൽ എന്ത് ചെയ്യാം, നമ്മൾ സാധാരണ വീൽ ഇടുന്ന പോലെ എന്ത് ചെയ്യാം, ഒരു സ്ക്രൂ എടുക്കുക. എന്നിട്ട് ഓക്കെ, കാണാൻ പറ്റുന്നില്ല. അതിനുള്ളത് അങ്ങനെ ചെയ്യുക. നമ്മൾ അധികം ടൈറ്റ് ആക്കുന്നില്ല, കാരണം നമുക്ക് അപ്പുറത്ത് പോയിട്ട് ടൈറ്റ് ആക്കാം. നേരത്തെ പറഞ്ഞ പോലെ സ്പീഡ് സ്കേറ്റിംഗ് ആണെങ്കിൽ ഒരൊറ്റ സിംഗിൾ ത്രെഡ് ഉണ്ടാവുള്ളൂ, ഡബിളായിട്ട് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്പീഡ് സ്കേറ്റിംഗ് മാത്രമല്ല, പല സ്കേറ്റിംഗ് ഇപ്പോൾ അങ്ങനെയാണ്. മരിക്കാം. ഓക്കെ,
ഓക്കെ ഡൺ. നമ്മളെന്ത് ചെയ്യേണ്ടത്? ഓയിൽ അപ്ലൈ ചെയ്യാം. ഓയിൽ കുറച്ച് അപ്ലൈ ചെയ്താൽ മതി, അധികം അപ്ലൈ ചെയ്യണ്ട. ഒരു തുള്ളി ഇട്ടിച്ചാൽ മതി. 1 ഡ്രോപ്പ് ഇനഫ്. ഓക്കെ ഇതെന്ത് ചെയ്യാം? ടൈറ്റ് ചെയ്യാം. ഓക്കെ, ഇത്ര നല്ല സിമ്പിൾ പരിപാടിയാണ്. ഇപ്പോൾ നമ്മളുടെ സ്കേറ്റിങ്ങിൻ്റെ ലുക്ക് തന്നെ മാറിയില്ലേ, പുതിയ വീലൊക്കെ വന്നപ്പോൾ. ഈ വീഡിയോസ് ചിലപ്പോൾ ലെങ്ത്ത് കൂടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എന്ത് ചെയ്യാം, എല്ലാം ടൈറ്റ് എടുക്കാം. ഇത് അധികം ടൈറ്റ് ചെയ്യണ്ട, കുറച്ച് ടൈറ്റ്, കുറച്ചിട്ട് ലൂസ് ചെയ്യണം. ആവശ്യമുള്ള ഇപ്പോൾ ഡൗണിങ്ങിലൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, മൊത്തമായിട്ട് ടൈറ്റ് ചെയ്യാം. നമ്മളെ പർപ്പസ് അനുസരിച്ച് എന്ത് ചെയ്യാം, ടൈറ്റ് യൂസ് ചെയ്യാം. ഒക്കെ ഇത് മതി. നെക്സ്റ്റ്